ഹായ് മക്കളെ, നമ്മുടെ NMMSന് എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ടർ ഇമേജ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് മിറർ ഇമേജ്. ഈ രണ്ട് ഇമേജുകൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ചെയ്യാൻ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കാണണം. കാര്യം രണ്ട് കോൺസെപ്റ്റുകൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ എളുപ്പത്തിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞാനൊരു ചോദ്യം തരാം. അതായത് ഇതൊരു ചിത്രമാണ് അല്ലേ? ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു സർക്കിളും ഉണ്ട്, പിന്നെ ഒരു രണ്ട് ലൈനും ഉണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ചിത്രത്തിൻ്റെ, ഈ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ മിറർ ഇമേജ് എന്ത്? അങ്ങനെ ആയിരിക്കും ചോദ്യം തരാം. എന്നിട്ട് 4 ഓപ്ഷനും കൂടെ തരും. താഴെ 4 ഓപ്ഷനിൽ നിന്ന് ഏതാണ് ശരി ഉത്തരം എന്നൊക്കെ നമ്മോട് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ചോദിച്ചാൽ നിങ്ങൾ മറ്റൊരു പേപ്പറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യ പേപ്പറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് വരച്ച് വെക്കുക. സെയിം സാധനം, ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അത് സെയിം സാധനം എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. വരച്ച് വെച്ചതിന് ശേഷം മിറർ ഇമേജ് ആണ് ചോദിച്ചതെങ്കിൽ, ശ്രദ്ധിക്കണം, 2 ഇമേജുകളാണ് അവർ ചോദിക്കുക, മിറർ ഓർ വാട്ടർ. അപ്പം മിറർ ഇമേജ് ആണ് അവർ ചോദിച്ചതെങ്കിൽ ഈ സാധനം വരച്ച ആ ഒരു പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഈ സൈഡിലോട്ട് മെല്ലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു നിഴൽ കാണാൻ വേണ്ടി പറ്റും. അതൊന്ന് അമർത്തി എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ അമർത്തി വരച്ചാൽ മതി. കണ്ടോ ഈ സൈഡിലൂടെ നേരെ. അപ്പം ഇതാണ് അതിൻ്റെ മിറർ ഇമേജ്. എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള ആ ചിത്രം. ആ ചിത്രത്തിലെ മിറർ ഇമേജ് കാണണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇപ്പം നിങ്ങൾ കാണാറുണ്ടാവും, നമ്മുടെ റോട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആംബുലൻസ് കാണാറില്ലേ? ആംബുലൻസ് എങ്ങനെയാണ് നമ്മൾ മിററിലൂടെ കാണാൻ, കറക്റ്റ് ആംബുലൻസ് തന്നെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ആംബുലൻസ് വേറെ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലേ? അത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കിയാലോ. ഇവിടെ മറ്റൊരു ചിത്രം കൂടെ ഉണ്ട്. ഇതാണ് ചിത്രം. ഒരു ചിത്രം, ഒരു ടൈപ്പ് ഓഫ് ചിത്രം ഞാൻ ഇങ്ങനെ വെച്ചു. ഈ ചിത്രത്തിൻ്റെ മിറർ ഇമേജ് എന്ത്? ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഈ ഒരു ചിത്രം മെയിനായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് ABCD 4 ഓപ്ഷനും തരും. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിൻ്റെ മിറർ ഇമേജ് എന്നായിരിക്കും ചോദിക്കുക. ഇതിൽ നിന്ന് മിറർ ഇമേജ് കാണാൻ എങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഏത് ഭാഗത്തേക്ക് ഫ്ലിപ്പ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. കണ്ടോ, ചെറിയ രീതിയിലൊരു നിഴൽ പോലെ ആ ഒരു വരകളൊക്കെ അങ്ങ് കാണാമല്ലോ. ആ വര ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒന്ന് അമർത്തി നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ വേണ്ടി പോവാണ്. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, കണ്ടോ, അടിപൊളിയായിട്ട് വരയ്ക്കുകയാണ്. കണ്ടോ ഇവിടെ ഒരു ലൈൻ കൂടെ ഉണ്ടല്ലോ. യെസ്, ഇതാണ്. കേട്ടോ, അപ്പോൾ ഇതാണ് എന്തിൻ്റെ, ഈ ഒരു ചിത്രത്തിൻ്റെ മിറർ ഇമേജ്. ക്ലിയർ ആണല്ലോ. നമുക്ക് 1-2 ലെറ്റേഴ്സ് കൂടെ നോക്കിയാലോ. നമുക്ക് ലെറ്റേഴ്സ് കൂടെ നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് സൈലം എന്നുള്ളത് എങ്ങനെ നമുക്ക് മിററിലൂടെ കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചോദ്യത്തിൽ അങ്ങനെ വരികയാണെങ്കിലോ, സൈലം എങ്ങനെ, ഓപ്ഷനിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാനൊന്ന് സൈലം എഴുതി തരാം കേട്ടോ. കാണാം, XY സൈലം. ഇതാണ് നമ്മുടെ സൈലത്തിൻ്റെ സ്പെല്ലിങ്. എങ്ങനെയായിരിക്കും മിറർ ഇമേജ് ഉണ്ടാവുക? മിററിൽ കൊണ്ടുപോയി നോക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ എക്സാം ഹാളിൽ മിററൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്താണോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ലെറ്റർ ആയിക്കോട്ടെ, വേർഡ് ആയിക്കോട്ടെ, ഇനി ഒരു ചിത്രം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ സാധനം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതുക. അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ കഷ്ണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് റഫ് പേപ്പറൊക്കെ ലാസ്റ്റിൽ ഉണ്ടാവും കേട്ടോ, NMMSന് ഉണ്ടാവും. അപ്പോൾ നേരെ എങ്ങോട്ടാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. നോക്കൂ, കണ്ടോ, യെസ്, കണ്ടോ, ഇങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണോ, ഒന്ന് വരയ്ക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ, ഒന്ന് അടിപൊളിയായിട്ട് അപ്പുറത്ത് അമർത്തി വരച്ചാൽ ഇപ്പുറത്ത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പുറത്ത് മെല്ലെ വരച്ചാൽ ഇവിടെ എന്ത് ചെയ്യില്ല, കാണത്തില്ല കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് അമർത്തി വരച്ചാൽ വേഗം നമുക്ക് സാധനം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അമർത്തി വരച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സൈലം കണ്ടോ, ഇതാണ് അതിൻ്റെ മിറർ ഇമേജ്. കണ്ടോ, ഓക്കെ, റെഡി. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഞാൻ മറ്റൊരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ഇമേജിലോട്ട് പോകാം. അപ്പോൾ എങ്ങോട്ടാണ് ഫ്ലിപ്പ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു ചോദ്യം, ഇപ്പം ഞാൻ എൻ്റെ പേര് തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. എങ്ങനെയായിരിക്കും എൻ്റെ പേര്
കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏത് വേണമെങ്കിലും A to Z നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എഴുതി തരാം. അപ്പം നോക്ക്, 3 അക്ഷരങ്ങളുള്ള എൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. VJR കണ്ടോ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണഗതിയിൽ VJR എന്ന് എഴുതി. ശേഷം നേരെ ഫ്ലിപ്പ് ചെയ്യുക. അതാ കണ്ടോ, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക, നേരെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചാൽ മതി. കണ്ടോ ജെ ഒക്കെ നിൽക്കുന്ന നോക്ക്, കണ്ടോ നേരെ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ ജെ ഒക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല നിങ്ങൾ. വി കണ്ടോ അതേപോലെ തന്നെ. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടത്. ഞാൻ അടുത്ത് പറയുമ്പോൾ ഞാൻ എന്തിനാ ഇത് വീണ്ടും വീണ്ടും തന്നെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? അത് അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തിനാ അത് വീണ്ടും വീണ്ടും തന്നെ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ മിറർ ഇമേജ് ഇതോടുകൂടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടാൻ മറക്കരുത്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ഇടാനുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓരോ ടോപ്പിക്കും നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാം. ബൈ.